ഉണ്ണിയുടെ ഡ്രീം ഗേൾ എങ്ങനെയായിരിക്കണം? എൻ്റെ ഡ്രീം ഗേൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് നമുക്ക് ലുക്സ് ഭയങ്കര എല്ലാ ചെക്കന്മാർക്കുള്ളതുപോലെ എനിക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവം നല്ല ഭംഗിയുള്ള കുട്ടി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന എൻ്റെ മൂഡ് സ്വിങ്സും ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. സഹിച്ചിട്ടല്ലേ? സഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ അമ്മയോട് ചോദിക്കണം എന്നെ സഹിക്കാണോ ഇല്ലെന്ന്. അവരെന്തേലും പറയില്ലല്ലോ സഹിക്കാണെന്ന്. അല്ല, ആക്ച്വലി നല്ലതാണ്. എൻ്റെ അമ്മ വീട്ടുകാരൊക്കെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലിയർ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം എന്നെക്കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം നല്ലതേ പറയും, ഞാൻ ഭയങ്കര നല്ലവനാണ്. ഞാൻ വീട്ടുകാർ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ തിങ് വിൽ ബി ഗ്രേറ്റ്. പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനായിട്ട് അങ്ങനെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഇതൊരു സംഭവം, കല്യാണം എന്നൊരു സംഭവം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആക്ടേഴ്സിൽ എൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു എപ്പോഴും ഒരു എന്താണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ താഴെ ചേട്ടൻ ചോദിച്ചു എന്താണ് ഇവിടെ, ഞാൻ പറഞ്ഞു ഒരു ആരോടും പറയരുത്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പെണ്ണ് കാണാൻ വന്നേക്കാന്ന്. എവിടെ ജസ്റ്റ് ഒരു ഫൺ ലെവൽ. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ബാക്കി ഏജിൽ നിൽക്കുന്നവർ എല്ലാവരും കല്യാണം കഴിച്ചതുകൊണ്ട് ഒരു എക്സൈറ്റ്.